നമസ്കാരം. ജീവിതത്തിന് അതിൻ്റേതായൊരു താളമുണ്ട്. ഉയരുവാനും താഴുവാനും കഴിയുന്ന ഒരു താളം. സന്തോഷവും സങ്കടവുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു താളം. അതിൻ്റേതായ കാലം കഴിയുമ്പോൾ ഏത് മുറിവും ഉണങ്ങും, ഏത് സങ്കടവും മറക്കും. എന്നാൽ ഇതിനിടയിൽ തമാശയ്ക്ക് ആരംഭിക്കുന്ന ഒരു ദുശീലമാണ് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം. നാം അറിയാതെ കൂട്ടുകാരിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ദുശീലമാണ് ഇത്. ആകാംക്ഷയിൽ പരീക്ഷിച്ചു തുടങ്ങുകയും പിന്നീട് ഇത് അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുമാണ്. ലഹരി മാഫിയ മയക്കുമരുന്നുകൾ കുട്ടികൾക്ക് തുടക്കത്തിൽ സൗജന്യമായി വിതരണം ചെയ്യും. പിന്നീട് ഇതിന് വില കൊടുക്കേണ്ടി വരും. പണം ലഭിക്കാതെ വരുമ്പോൾ അതിനായി ഒന്നുകിൽ അവർ ഇതിൻ്റെ വാഹകരാകും, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർ സ്വഭവനത്തിൽ നിന്ന് മോഷണം നടത്തും. മയക്കുമരുന്നുകൾ പല രൂപത്തിലും പേരുകളിലും ലഭ്യമാണ്. ഒരു തവണത്തെ ഉപയോഗം കൊണ്ടുപോലും ചിലർ ഇതിന് അടിമപ്പെട്ടു പോയേക്കാം. ഇത് വരുത്തിവെക്കുന്ന വിപത്തുക്കളെക്കുറിച്ച് കുട്ടികൾ ബോധവാന്മാരല്ല. ഇത് ശാരീരികമായി ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കുട്ടികളെ പല തിന്മകളിലേക്കും നയിക്കും. കഞ്ചാവ് മാഫിയകൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രലോഭിപ്പിച്ച് ലഹരി വസ്തു വിൽപ്പനക്കാർ ആക്കുന്ന അവസ്ഥയുമുണ്ട്. അങ്ങനെ ഏറെക്കാലം പിന്നിടുന്നതിന് മുമ്പ് ആരെങ്കിലും ഒറ്റിക്കൊടുത്ത് അവർ പോലീസ് പിടിയിൽ അകപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ വായിലെ രസനേന്ദ്രിയങ്ങൾ നശിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കും. ചുരുക്കത്തിൽ തമാശയ്ക്ക് ആരംഭിച്ചത് ജീവിതം മുഴുവൻ നശിപ്പിക്കും. എത്രമാത്രം ക്ലാസുകൾ നൽകിയാലും സ്വയം നശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാശം തന്നെ ഫലം. പ്രിയമുള്ളവരെ, ഒരു കഥ പറയാം. ഒരു ദിവസം ഒരു മഞ്ഞുതുള്ളി പർവ്വതത്തിൽ നിന്ന് അരുവിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒഴുകി ഒഴുകി പോകുന്നതിനിടയിൽ അത് പൂക്കളോട് കൂട്ടുകൂടി. അതിൻ്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് വീണ്ടും ഒഴുകിപ്പോകുമ്പോൾ അതൊരു പുൽക്കൊടിയോട് കൂട്ടുകൂടി. അങ്ങനെ ആ മഞ്ഞുതുള്ളി ഒഴുകിപ്പോകുമ്പോൾ സർവ്വമാലിന്യങ്ങളും ഉള്ള ഒരു ചെളിക്കുണ്ട് കണ്ടു. അപ്പോൾ മഞ്ഞുതുള്ളിക്ക് തോന്നി അതിലൊന്ന് കുത്തിമറിയാമെന്ന്. ഒരു തവണ കയറി ഇറങ്ങിയപ്പോഴേക്കും അതിൻ്റെ നിറം മാറി. അങ്ങനെ ആ മഞ്ഞുതുള്ളി വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഇലയുടെ തുമ്പത്ത് തൂങ്ങിയാടുന്ന മറ്റൊരു മഞ്ഞുതുള്ളിയെ കണ്ടു. അപ്പോൾ ഈ ചെളിത്തുള്ളി ചോദിച്ചു, "നീ എങ്ങനെയാണ് ഇത്ര സുന്ദരിയായിരിക്കുന്നത്?" എന്ന്. അപ്പോൾ ആ മഞ്ഞുതുള്ളി പറഞ്ഞു, "നീ പൂക്കളോട് കൂട്ടുകൂടി, നീ പുൽക്കൊടിയോട് കൂട്ടുകൂടി, നീ എന്തിനാണ് ചെളിക്കുണ്ടിലേക്ക് പോയത്? ഇനി ജീവിതകാലം മുഴുവനും ചെളിത്തുള്ളിയായി ജീവിക്കാനേ നിനക്ക് പറ്റൂ" എന്ന്. പ്രിയമുള്ളവരെ, ഒരു മഞ്ഞുതുള്ളി പോലെയാണ് ഭൂമിയിൽ ഓരോ മക്കളും പിറന്നു വീഴുന്നത്. അത്രമാത്രം പരിശുദ്ധമായ മനസ്സോടുകൂടി. ഒരു മഞ്ഞുതുള്ളി പർവ്വതത്തിൽ നിന്ന് അരുവിയായി, പുഴയായി, കടലിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെയുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. ഈ ചെളിക്കുണ്ട് പോലെയാണ് നാം നേരത്തെ പറഞ്ഞ മദ്യവും മയക്കുമരുന്നുമൊക്കെ. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഉയരത്തിലാകുവാൻ അവസരവും ഭാഗ്യവും ഉണ്ടായാലും നമ്മൾ ഒന്നുമല്ലാതെയാകും. കൗമാരക്കാരുടെ ഇടയിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നത് ഏറ്റവും വേഗം മനസ്സിലാക്കാൻ സാധിക്കുക മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ്. മൂല്യങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിത്വം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുക. വീട്ടിൽ മാതാപിതാക്കൾ കുട്ടികളുമായി ഒരു സുഹൃത്ത് ബന്ധം വളർത്തിയെടുക്കണം. അച്ഛനും അമ്മയും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാതെ മാതൃകയാകുന്നത് കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുക്കണം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.